ഓക്കെ, ലീവ് ഇറ്റ് പൊന്നു മോനെ. ഞാനിപ്പോൾ സംസാരിക്കുന്നത് മതത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മതപണ്ഡിതനൊന്നുമല്ല ഞാൻ. ഇപ്പം നമ്മളെ വിഷയം അതല്ല. അപ്പം നീ എന്തിനാണ് എപ്പോൾ ഇതിലോട്ട് മതത്തിടുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക കിടക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ചോദിച്ച ചോദ്യം, വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിൽ എന്തൊക്കെ മാറ്റം? ഇതിൽ വേറെ 8 ആൾ കാണുന്നുണ്ടല്ലോ. ആർക്കെങ്കിലും ഒരു വിദ്യാഭ്യാസ മന്ത്രി ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. ഇനിയിപ്പോൾ ആഗ്രഹം ഇല്ലെങ്കിലും എന്തൊക്കെ ഒരു മാറ്റം പറയൂ പ്ലീസ്. ഇവനെ ഞാനുണ്ടല്ലോ, എന്തോന്നാടാ ഒരാള് ഇത്രയും ഇതായിട്ട് പറയുമ്പോൾ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവരുടെ ചാനലിൽ പോ മോനെ. എൻ്റെ ചാനലിൽ എപ്പോഴെങ്കിലും ഞാൻ ഇസ്ലാമിനെ കുറിച്ചിട്ടോ ദീനിനെ കുറിച്ചിട്ടോ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടോ? എൻ്റെ ചാനലിൽ വന്ന് ഇത് പറയുമ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ വിഷമമുണ്ട്. കാരണം നമ്മൾ എല്ലാ മതത്തിനെയും റെസ്പെക്ട് ചെയ്യുന്ന ടീമാണ് ഇസ്ലാം എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചത്. അപ്പോൾ ആ ഇസ്ലാമിനെ പറ്റി എൻ്റെ ചാനലിൽ വന്നിട്ട് കുറ്റം പറയുമ്പോൾ ഞാൻ അറിയാതെ പ്രതികരിച്ചു പോകുന്നതാണ്. എൻ്റെ പൊന്നു ജസ്റ്റിനെ, നിനക്ക് ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നീ പോയിട്ട് ഇറങ്ങി നല്ല വിവരമുള്ള ഉസ്താദുമാർ അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചിട്ട് ഖുർഹാനെ കുറിച്ചിട്ട് പഠിച്ച നല്ല നല്ല ആലിമീങ്ങളെ ചാനലിൽ പോയി ചോദിക്കുമോനെ. എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കല്ലേ. ഞാൻ ചോദിച്ചത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, വിദ്യാഭ്യാസ മന്ത്രി ആകുകയാണെങ്കിൽ എന്ത് ചെയ്യാന്നാണ് അതിനെ